മക്കളെ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എന്താ തോന്നുന്നത്? നമ്മൾക്ക് ചില ആൾക്കാർക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പർ ഈസിയാണെന്ന് പറഞ്ഞപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഇല്ല ബസ് ടഫാണ് അല്ലേ? അപ്പം നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ +2 ക്രിസ്മസ് എക്സാമിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ സബ്ജക്ട്സിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ടഫായത്, എങ്ങനെയൊക്കെയാണ് ഈസി ആയത്, അതെന്തുകൊണ്ട്, ഓക്കെ, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പം നമ്മുടെ ഫിസിക്സും മാത്സും ഉണ്ട് ആൻഡ് കെമിസ്ട്രിയും ബയോളജിയും ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസിനെ മിസ് രണ്ടാക്കിയിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസും നോൺ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസും. അപ്പോൾ എന്താണ് ഈ സ്റ്റാൻഡേർഡ് നോൺ സ്റ്റാൻഡേർഡ് എന്ന് ആദ്യം പറയാം. അപ്പോൾ സ്റ്റാൻഡേർഡ് നോൺ സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ PYQs ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴും നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമ്മൾ പറയും ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, ഇത് എന്തായാലും വരും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്. നോൺ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ അങ്ങനെ PYQസിലൊന്നും കാണാത്തത്, ഓക്കെ, എപ്പോഴും ഒരേ പാറ്റേൺ വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനത്തെ അല്ലാത്ത ക്വസ്റ്റ്യൻസിനെ നമ്മൾ നോൺ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു. ആൻഡ് അതേപോലെ തന്നെ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിൽ വന്നിട്ടുണ്ടാവും ചില ക്വസ്റ്റ്യൻസ് അല്ലേ, അതും നമ്മൾ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് വായിച്ചവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ മുക്കും മൂലയും എല്ലാം അരിച്ചു പെറുക്കിയവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതും നമ്മൾ നോൺ സ്റ്റാൻഡേർഡിലാണ് ഇട്ടിരിക്കുന്നത്. അതായത് ടെക്സ്റ്റ് ബുക്കൊന്നും വായിക്കാതെ ജസ്റ്റ് ഇത് മാത്രം പഠിച്ചു പോയി അതുകൊണ്ട് മാത്രം ടഫായിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫിസിക്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നോൺ സ്റ്റാൻഡേർഡ് ആയിരുന്നു. നിങ്ങൾക്ക് അതിനെ ചെക്ക് ചെയ്ത് നോക്കാം ആ ക്വസ്റ്റ്യൻസ് തന്നെയാണോ എന്നുള്ളത്. മിസ് വെറുതെ പറയണതല്ല, നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ഓരോ സബ്ജക്റ്റ് ഫാക്കൽറ്റീസും എന്ത് ചെയ്തു അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഡാറ്റ ഉണ്ടാക്കിയത്. ആൻഡ് അതുപോലെ തന്നെ മാത്സിൻ്റെ കേസിലാണെങ്കിലേ ഇതാണ് നമ്മുടെ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് കെമിസ്ട്രിയുടെ കേസിലും വളരെ കുറവായിരുന്നു, ബയോളജിയുടെ കേസിലും കുറവാണ് കമ്പാരിറ്റീവ്ലി, ഓക്കെ. അപ്പം ഇങ്ങനെ നോൺ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ടായിരിക്കാം ചില കുട്ടികളെങ്കിലും ചില പേപ്പർ ടഫാണെന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളൂ ആലോചിക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോൺ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയിപ്പോൾ പബ്ലിക് എക്സാമിനുമാണെങ്കിൽ വന്നതാണെങ്കിൽ എന്താ ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മുടെ എക്സാമിനറിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചതാണ് അല്ലേ, എല്ലാം നമ്മൾ എക്സാമിനർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബാച്ചുകളിലായിക്കോട്ടെ അതേപോലെ തന്നെ നമ്മളുടെ യൂട്യൂബ് ക്ലാസ്സുകളിലൊക്കെ നമ്മളിത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ എക്സാമിൻ്റെ തലേന്നാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളിപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കിട്ടില്ല, ഓക്കെ. പക്ഷേ നമ്മളിതിങ്ങനെ റെഗുലറായിട്ട് സീക്വൻസ് ബൈ സീക്വൻസ് ആയിട്ട് പഠിച്ചു പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. ഇപ്പോൾ ബയോളജിയിൽ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റും അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എക്സാമിൻ്റെ തലേന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തെടുക്കുക എന്നുള്ളത്, ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പബ്ലിക് എക്സാമിന് ഇതേപോലെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? എക്സാമിനർ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമോ, കോൺസെപ്റ്റ് ക്ലിയർ ആക്കി തന്ന് അത് നല്ലപോലെ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. NCERTയുടെ മുക്കും മൂലയും പഠിപ്പിക്കുമോ? അവിടുന്ന് എങ്ങനെ വന്നു കഴിഞ്ഞാലും പഠിക്കാൻ പറ്റുമോ? പറ്റും, ഓക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇനിയിപ്പം ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലും വന്നോട്ടെ. നമ്മളുടെ എയിം എന്ന് പറഞ്ഞാൽ വെറും PYQs മാത്രം പഠിച്ച് അത് മാത്രം അങ്ങോട്ട് കൊണ്ടുപോയി പേപ്പറിൽ വരുന്നു ഛർദ്ദിക്കുക, അതല്ല നമ്മുടെ എയിം. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയും കറക്റ്റായിട്ട് കോൺസെപ്റ്റ് പഠിക്കണം. ഞങ്ങളെല്ലാം പഠിപ്പിക്കും, കോൺസെപ്റ്റ് പഠിക്കണം, അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയണം, എവിടുന്ന് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റണം. ആ രീതിയിലാണ് നമ്മുടെ എക്സാമിനർ ഇതുവരെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, ഇനിയും അങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ ഇത് നമ്മുടെ എക്സാമിൻ്റെ ആ സമയത്തുള്ള വെറും മാരത്തൺ ക്ലാസ്സുകൾ മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പഠിപ്പിക്കും, പക്ഷെ ഓർത്തിരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്, ഓക്കെ. അപ്പോൾ അതിന് എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നുള്ളത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ +2 റിവിഷൻ ബാച്ചാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമ്മുടെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. വീണ്ടും മിസ് പറയുന്നു, താല്പര്യമുള്ളവർക്കാണെങ്കിൽ ജോയിൻ ചെയ്യാം. കാരണം ഈ ഒരു റിവിഷൻ ബാച്ചിൽ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് റിവിഷൻ പോലത്തെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കംപ്ലീറ്റ് PYQs ഉണ്ടാകും. PYQs എന്ന് പറയുമ്പോൾ വെറും നമ്മുടെ മാർച്ച് പബ്ലിക് എക്സാമിന് വേണ്ടി ചോദിച്ച് മാത്രം PYQs അല്ല, എല്ലാ തരം ടേം 1, ടേം 2, അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ, മോഡൽ എക്സാമിൻ്റെ, മാർച്ച് പബ്ലിക് എക്സാമിൻ്റെ എല്ലാ PYQസും കൂടി ഉള്ളതാണ് നമ്മളുടെ ഈ ഒരു സെക്ഷൻ.
സെക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല PDF നോട്ടുകൾ ഉണ്ടാവും നിങ്ങൾക്ക്. ഈ ക്ലാസ്സുകളിലൊക്കെ PDF നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മുടെ റിവിഷൻ ബാച്ചാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 1999 മാത്രമാണ് നമ്മളുടെ ഫീ. അത് നിങ്ങൾക്ക് അറിയാലോ, 28 ഡിസംബറിന് മുൻപ് ജോയിൻ ചെയ്യുന്നവർക്കാണ് നമ്മളുടെ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് കിട്ടുക. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. മാർച്ച് പബ്ലിക് എക്സാമിന് ഇതേപോലെ തന്നെ നോൺ സ്റ്റാൻഡേർഡോ സ്റ്റാൻഡേർഡോ എന്ത് ക്വസ്റ്റനും വന്നോട്ടെ, നമ്മൾ തകർക്കും.